അതായത് ഒരു ആക്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കേസ് സംഭവിക്കുകയാണ്, ഒരു 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 റേപ്പ് പോലെയുള്ള ഒരു കേസ് സംഭവിക്കുമ്പോൾ ആ ആക്ടിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്ത ആൾക്കാരെ ആദ്യ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ അന്വേഷണത്തിൻ്റെ തുടരന്വേഷണ വേളകളിലാണ് ഇതിനകത്ത് ആരൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, അവരുടെയൊക്കെ റോൾ എന്തായിരുന്നു, അവരൊക്കെ എത്തരത്തിൽ ഈ കേസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അങ്ങനെയാണ് പിന്നീടുള്ള പ്രതികൾ ഈ പ്രതിപട്ടികയിലേക്ക് വരുന്നതും. അപ്പോൾ ഈ 1-ാം പ്രതിയും 8-ാം പ്രതിയും തമ്മിലുള്ള ഒരു അകലം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, 1-ാം പ്രതിക്കെതിരെ വന്നിരിക്കുന്ന അലിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർലി ഹി ഹാഡ് കമ്മിറ്റഡ് ദി ഒഫൻസ്. അയാൾ ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്, കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതാണ് അലിഗേഷൻ. ചെയ്തു എന്ന് ഞാൻ പറയില്ല, അലിഗേഷൻ. 8-ാം പ്രതി അതിന് ഒത്താശ ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് 120B IPC എന്ന വകുപ്പ് ചേർത്താണ് ആ പർട്ടിക്കുലർ വ്യക്തിയെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെ അന്വേഷണ വേളയിൽ പ്രതികൾ ഒഴിവാക്കപ്പെടാം, പ്രതികൾ ആഡ് ചെയ്യപ്പെടാം. അത് അന്വേഷണത്തിൻ്റെ വളരെ ഒരു നോർമൽ പ്രോസസ്സാണ്. ഈ കേസിൽ മാത്രമായിട്ടൊരു പ്രത്യേകതയൊന്നും സംഭവിച്ചിട്ടില്ല. 27 തവണയാണ് കേസ് മാറ്റി വെച്ചത്. ഇപ്പോൾ നടൻ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും കോടതി ശിക്ഷ വിധിക്കുക? കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മേജർ ഒഫൻസസ് എന്തൊക്കെയാണോ വന്നിരിക്കുന്നത് ആ ഒഫൻസുകളുടെ കമ്മീഷന് അല്ലെങ്കിൽ ആ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റകൃത്യം തെളിഞ്ഞതുകൊണ്ടായിരിക്കും നടൻ ദിലീപ് ഇവിടെ കുറ്റക്കാരനായിട്ട് അല്ലെങ്കിൽ ശിക്ഷാവിധി നേരിടേണ്ടി വരുന്നത്. അപ്പോൾ ആ മേജർ ഒഫൻസുകൾക്ക് വരുന്ന ശിക്ഷ എന്താണോ അത് തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളും നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിനെ സംബന്ധിച്ചിടത്തോളം 376D എന്ന ഗ്രേവർ ഒഫൻസ് വരുമ്പോൾ ഇംപ്രിസൺമെന്റ് ടു ലൈഫ്, അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ വരാൻ ചാൻസ് ഉള്ള ഒരു കുറ്റകൃത്യമാണത്. അപ്പോൾ അതേ ശിക്ഷാവിധി 8-ാം പ്രതിക്കോ അല്ലെങ്കിൽ മറ്റു പ്രതികൾക്ക് ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റു പ്രതികൾക്കോ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ അത് തന്നെ കിട്ടാൻ ആണ് നിയമപ്രകാരം നോക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്.